ചില ചിത്രങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പാണ്, ഒരു ഗ്യാരണ്ടിയാണ് ഈ ചിത്രം വിജയിക്കും എന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, തുടരും എന്ന ചിത്രം ഇറങ്ങിയപ്പം തന്നെ അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പം തന്നെ നമുക്കൊരു ഉള്ളിൻ്റെ ഒരു 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 ലഡു പൊട്ടിയല്ലേ, ഇതൊരു വൺ ഹിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുള്ള ചിത്രം ആണ്. ഇത്രമേലൊരു വിജയമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്നാലും വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അതുപോലെ ഒരു ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാലും മീര ജാസ്മിനും ഒന്നിക്കുന്ന ചിത്രം അതിമനോഹരം എന്ന ചിത്രം. അതിമനോഹരം എന്ന ചിത്രം പോലെ തന്നെ ഒരു പോസ്റ്ററാണ് ഇന്ന് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. നമ്മുടെ മോഹൻലാലും മീര ജാസ്മിനും വളരെ നാളിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം. അതുപോലെ തന്നെയാണ് തുടരും എന്ന ചിത്രത്തിന് സംഭവിച്ചത്. ശോഭനയും മോഹൻലാലിനെയും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോഡിയെ ഒന്നിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ മീര ജാസ്മിനെയും മോഹൻലാലിനെയും ഒന്നിച്ചു കൊണ്ടുവരും. തരുൺമൂർത്തിയുടെ ഒരു ട്രേഡ് മാർക്ക് ഇത് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. മലയാളികൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, അതിലൂടെ ചിത്രം വിജയിപ്പിക്കുക. നല്ല തിരക്കഥയും നല്ല സംവിധാനവും നല്ല അഭിനയ മുഹൂർത്തങ്ങളും ഏകദേശം ഉറപ്പാണ്. അതും നമുക്കൊരു ഗ്യാരണ്ടി തന്നെയാണ്. പേര് ലൗലിജൻ, ആ പേര് എന്തോ ഒരു പ്രത്യേകതയുള്ള പേരല്ലേ. ചിത്രത്തിൻ്റെ പേര് അതിമനോഹരം, അതും ഒരു പ്രത്യേകതയുള്ള പേര്. ഇതിനകത്ത് പറയുന്ന കഥ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കുടുംബകഥ തന്നെയായിരിക്കാം ഒരുപക്ഷെ പറയാൻ പോകുന്നത്. ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളായിരിക്കാം ഈ ചിത്രത്തിൻ്റെ കഥാതന്തു. കാരണം മോഹൻലാലിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു മോഹൻലാലുണ്ടല്ലോ, ശോഭനയും ഇട്ട് ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ആ മോഹൻലാൽ. ഇതിനകത്ത് മീര ജാസ്മിൻ്റെ സാരി പിടിച്ചു കൊടുക്കുന്ന മോഹൻലാൽ, ഒരു കുടുംബസ്ഥനായ മോഹൻലാൽ. ഇത് തന്നെയാണ് മലയാള പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഏതായാലും ക്രിസ്മസിന് 24-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. മോഹൻലാൽ ഇല്ലാതെ നമുക്കെന്താ ആഘോഷമല്ലേ. ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ടെങ്കിലുണ്ടല്ലോ അതൊരു ഗുമ്മു തന്നെയായിരിക്കും. ഏതായാലും ഈ പ്രാവശ്യവും ഡിസംബർ 24-ന് മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന ചിത്രം തിയേറ്ററിൽ ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാണ്. ക്ലാഷ് റിലീഫുകൾ ഒത്തിരി കാണും, പക്ഷേ അതിമനോഹരത്തെ സംബന്ധിച്ച് അതൊന്നൊരു പ്രശ്നമല്ല. കാരണം ലാലേട്ടൻ്റെ ഈ ചിത്രം ഉണ്ടല്ലോ മലയാള പ്രേക്ഷകർ അത്രമേലെ കാത്തിരിക്കുകയാണ്. ബാക്കി ചിത്രങ്ങളൊക്കെ മാറ്റി വെച്ചോട്ടെ അല്ലേ, ഈ ചിത്രം ഒരു വല്ലാത്ത ഹൈപ്പ് തന്നെ ഇപ്പം തന്നിട്ടുണ്ട്. ഏകദേശം 120 ദിവസത്തോളമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിൻ്റെ കഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇഷ്ക്, ആലപ്പുഴ ഇൻകാന, മഹാറാണി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് രതീഷ് രവിയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതുന്നത്. അതുപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണൻ ഷാജികുമാർ, ഛായാഗ്രഹണവും ജെയ്ക്സ് ബിനോയ് ആണ് ഇതിൻ്റെ സംഗീതവും കൊടുക്കുന്നത്. പിന്നെ എന്ത് വേണം നമുക്ക് അറുമാദിക്കാൻ അല്ലേ. ഈ ക്രിസ്മസ് കാലത്ത് തിയേറ്റർ പൂരപ്പറമ്പാകാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. മീര ജാസ്മിനും മോഹൻലാലും കൂടെ ലാലു അലക്സ്, ജഗദീഷ്, മനോജ് ജയൻ ഇവരെല്ലാവരും ഒന്നിക്കുന്നു. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ചിത്രങ്ങളിൽ സ്ഥിരമായിട്ട് കാണാത്ത ചില ആൾക്കാരും ഈ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. കാരണം പുതുമുഖങ്ങളായ ചില കഥാപാത്രം ഫ്രഷ്നഫ് ഫീൽ ചെയ്യും. അതുതന്നെയാണ് തുടരും എന്ന ചിത്രത്തിൽ നമ്മൾ കണ്ടത്. മോഹൻലാലിൻ്റെ വരെ അന്നേ വരെ കാണാത്ത ചില ആൾക്കാർ മോഹൻലാലിൻ്റെ ചിത്രത്തുമായിട്ട് വന്നപ്പോൾ തുടരും എന്ന ചിത്രത്തിൽ വന്നു പോയപ്പോൾ നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്തു. അതുതന്നെ ചിത്രത്തിന് ഗുണകരമായി ബാധിക്കുകയും ചെയ്തു. അതുതന്നെയായിരിക്കാം അതിമനോഹരം എന്ന ചിത്രത്തിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് തന്നെ അതിമനോഹരമാകട്ടെ ചിത്രമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കുക അല്ലേ. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് അതിമനോഹരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഗ്യാരണ്ടി ചിത്രം തന്നെയാണ് ഇത്. 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു ചിത്രം. തരുൺമൂർത്തി എന്ന സംവിധായകനോട് അത്രമേൽ നമുക്കൊരു ആത്മാർത്ഥതയുണ്ട്, അതുപോലെ ഒരു വിശ്വാസമുണ്ട്. അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തുവരെ ഒക്കെ.